ഒരു പുരുഷനും ഭാര്യയുടെ വീട്ടിൽ അടിക്കടി പോകരുത്, എപ്പോഴും പോയി താമസിക്കരുത് എന്നാണ് പ്രശാന്ത് പറയുന്നത്. അങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് നമ്മൾ ഒന്നറിയണ്ടേ? മാഡം, എൻ്റെ പേര് പ്രശാന്ത്, യഥാർത്ഥ പേരല്ല. 29 വയസ്സുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എൻ്റെ വിവാഹം. ഞാൻ ഒത്തിരി ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു വിവാഹമാണ്. കാര്യം, പെർഫെക്റ്റായി തോന്നുന്ന ഒരു സ്ത്രീയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു പെൺകുട്ടി തന്നെ വേണം, അല്ലാതെ കോംപ്രമൈസുകൾക്കൊന്നും ഞാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 120-ൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനമാണ് എൻ്റെ ഭാര്യയെ ഞാൻ കണ്ടെത്തിയത്. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും ഇഷ്ടമായി കഴിഞ്ഞപ്പോഴേക്കും സക്സസ് എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അമ്മയ്ക്കോ വീട്ടുകാർക്കോ അവരുടെ സെറ്റപ്പൊന്നും ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് ഒരു അനിയനുണ്ട്, എന്നേക്കാൾ 5 വയസ്സിന് ഇളയതാണ്. അവന് മാത്രമാണ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നത്. എന്നേക്കാൾ കൂടുതൽ പരിഗണന എപ്പോഴും അവനാണ് കിട്ടുന്നത്. അവൻ പറഞ്ഞെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുള്ളൂ. അതുകൊണ്ട് അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണത്തിന് എല്ലാവരും സമ്മതിച്ചത്. അതിന് പ്രധാന കാരണം പെൺകുട്ടിക്ക് അച്ഛനില്ല. അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് അവിടുത്തെ ഹിസ്റ്ററി. അമ്മായിമ്മയും മകളും പിന്നെ അവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരമ്മാവനുമാണ് ആ വീട്ടിൽ താമസം. പക്ഷേ നാട്ടിൽ പറയുന്നത് അത് അമ്മാവനൊന്നുമല്ല, അമ്മായിമ്മയുടെ 2ാം ഭർത്താവാണെന്നാണ്. അമ്മായിമ്മ പറഞ്ഞത് കസിൻ ബ്രദറാണെന്നാണ്. എന്തായാലും ഇതിന് തൊട്ടടുത്ത് അമ്മായിമ്മയുടെ സ്വന്തം അനിയത്തി, അതായത് എൻ്റെ ഭാര്യയുടെ ഇളയമ്മയും താമസിക്കുന്നുണ്ട്. അവർക്ക് ഭർത്താവില്ല. കല്യാണം കഴിച്ചതാണോ, കുട്ടികളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷെ പുള്ളിക്കാരിക്ക് നല്ലൊരു ജോലിയും നല്ല വീടും സെറ്റപ്പും ഒക്കെ ഉണ്ട്. മിക്കവാറും ഇവിടെ വന്നാണ് അവരുടെയും താമസം. വലിയ വീടൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിയുടെ മകളുടെയും കൂടെയാണ് അവരുടെ താമസം രാത്രിയാകുമ്പോൾ. ഇതൊക്കെ നാട്ടുകാർക്ക് വളരെ സംശയമുളവാക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഞാൻ വേറെ ചോയ്സ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകില്ല, ഇവളെ തന്നെ വേണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ മോഹിച്ച് കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയോട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളുടെ സംതൃപ്തിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ ആദ്യ ദിവസം മുതൽ തയ്യാറായിരുന്നു. അവൾക്കും എന്നോട് നല്ല ഇഷ്ടമാണ്. ചുരുക്കം പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരസ്പരം നല്ല വൈബുള്ള ദമ്പതികളായി ഞങ്ങൾ. പലരും പറയാറുണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പച്ച പിടിക്കാൻ പാടാണെന്ന്. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു. നല്ല രസം തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ തനിയുള്ളത് കൊണ്ട് അവൾ പറയും, ചേട്ടാ നമുക്ക് വീട്ടിൽ പോകണം, അമ്മയുടെ കൂടെ ഇരിക്കണം, പിന്നെ 2 ദിവസം അവിടെ താമസിക്കണമെന്ന്. അത് ഞാൻ നേരത്തെ അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല. അനിയനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതിനെന്താണെന്ന് പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് തരും. അനിയനുമായിട്ട് എൻ്റെ ഭാര്യ വന്നപ്പോഴേ നല്ല കമ്പനിയായി. മിക്കവാറും ഞങ്ങൾ 3 പേരും കൂടിയാണ് അവളുടെ വീട്ടിൽ പോകുക. എൻ്റെ അനിയനും വന്ന് ഒരു ദിവസം അവിടെ താമസിക്കും. അത് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നാലും അവനവിടെ വരും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവളുടെ മാമനുണ്ട്, അമ്മയുണ്ട്. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഇളയമ്മയും വരും. ഇളയമ്മ വളരെ രസികത്തെയാണ്. അവർക്ക് വലിയ പ്രായമൊന്നുമില്ല. അവരും അതീവ സുന്ദരിയ ഒരു സ്ത്രീയാണ്. നല്ല ജോലിയുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ തനിയെ കഴിയുന്നത്? ഞാൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഇളയമ്മയോട് ചോദിച്ചാൽ മതി, ഇളയമ്മ കാര്യങ്ങൾ പറയും, അവർ തുറന്നു പറയുന്ന ഒരാളാണ്, ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഭാര്യ നൽകിയ ആ ഒരു പ്രേരണയിൽ ഞാൻ വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇളയമ്മയോട് ചോദിച്ചു, അല്ല ഇളയമ്മേ, ഇളയമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. ആഹാ, അപ്പം ഇവിടെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എൻ്റെ മോനെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളെ പ്രേമിച്ചു. അങ്ങേരെ കണ്ടപ്പോഴേ ഇയാൾ മതി, ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി അഹങ്കരിച്ചു. അങ്ങേരെ ഞാൻ പ്രേമിച്ച് വശത്താക്കുകയും ചെയ്തു. വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ഞാൻ അയാളെ കല്യാണം കഴിച്ചു. പക്ഷേ എൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അങ്ങനെ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഏകദേശം 2 വർഷത്തോളം ഒരു പ്രശ്നമില്ലാതെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരെ കുടിയും പ്രശ്നങ്ങളും ഒക്കെയായി. ഞാൻ കണ്ട കാമുകനെയൊന്നും പിന്നീട് എനിക്ക് അങ്ങേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. ചവിട്ടും തൊഴിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനവിടെ നിന്നില്ല, എസ്കേപ്പ് ചെയ്തു. അങ്ങനെ വിവാഹമോചനം ചെയ്ത് ഞാൻ പിന്നീട് വീട്ടിൽ വന്നു. അന്ന് ചേച്ചി മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ അവഗണിച്ചു. എങ്കിലും ഞാൻ
പഠിച്ച് ഒരു ജോലി നേടി. ഭാഗ്യത്തിന് എനിക്ക് ആ കാലയളവിൽ കുട്ടികളൊന്നും ഉണ്ടായതുമില്ല. അന്ന് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലെങ്കിലും പിന്നീട് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോനെ, എനിക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ല. എന്തിനാണ് വല്ലവർക്കും തലവേദന കൊടുക്കുന്നത്? എനിക്കിപ്പോൾ നല്ല ജോലിയുണ്ട്, പൊസിഷനുണ്ട്, അത്യാവശ്യം സമ്പത്തുണ്ട്. എനിക്കിനി ആരുടെയും അവഗണന സഹിക്കാൻ വയ്യ. എല്ലാവരും ഒരുപോലെ അല്ലേ ഇളയമ്മയെന്ന് എൻ്റെ അനിയൻ പറഞ്ഞു. മോൻ അറിയാത്തതുകൊണ്ടാണ്. എന്തിനാണ് കോംപ്ലിക്കേഷൻസ്? വേണ്ട, എനിക്ക് അവഗണിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. നിന്റെ മനസ്സിൽ എനിക്ക് നമ്പർ 1 സ്ഥാനം ഉണ്ടോടാ മോനെ എന്ന് എൻ്റെ അനിയനോട് ചോദിച്ചു. അപ്പം അനിയൻ പറഞ്ഞു, ഇളയമ്മയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാര്യം ഇളയമ്മയില്ലെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയനാണെങ്കിൽ സുഖിപ്പിച്ച് സംസാരിക്കാൻ നല്ല മിടുക്കനാണ്. എന്നെപ്പോലെയല്ല, ആള് ഇത്തിരി വില്ലനാണ്. അവർ തമ്മിൽ ഒത്തിരി ക്ലോസ് ആണല്ലോ. ഇങ്ങനെ കുറേ ദിവസം പോയി. ഒരു ദിവസം അവരാരും അവിടെ ഇല്ല. ഞാനാണെങ്കിൽ സിറ്റൗട്ടിലിരിക്കുകയാണ്. അമ്മായിമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങും ഇങ്ങും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എന്നെപ്പറ്റി പല അപവാദങ്ങളും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മോൻ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ. പക്ഷേ നീയാണെങ്കിൽ എൻ്റെ അനിയത്തിയോട് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അപവാദത്തിൻ്റെ കാര്യമല്ലല്ലോ ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നില്ല എന്നല്ലേ ചോദിച്ചത്. അപവാദമൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്, നമുക്കറിയില്ല അതിലെ സത്യവും കള്ളവും ഒന്നും. അതുകൊണ്ട് അമ്മയെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നതെന്ന്. അപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇവിടെ നിൽക്കുന്ന ആള് എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അദ്ദേഹം ഞാനുമായിട്ട് യാതൊരു വിധത്തിലുമുള്ള ഒരു ബന്ധവുമില്ല. എൻ്റെ സഹോദരനാണ്. അതുമാത്രമല്ല, പുള്ളിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു കഴിവ് പോലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കൂടെ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു തുണ. പുള്ളിയുടെ ദാമ്പത്യ ജീവിതവും പരാജയമായിരുന്നു. വീട്ടിൽ സ്വത്തുക്കളുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അത്രേ നടന്നുള്ളൂ. അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. സാരമില്ലമ്മേ, അമ്മ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, വേറൊരു കാര്യം ഞാൻ പറയാം. നിന്റെ അനിയൻ, അവൻ തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ, നീ തോക്കിൽ കയറി വെടിവെക്കാതെ. ഏത് പെണ്ണ് കണ്ടാലും അവനെ ഒന്ന് മോഹിക്കും, നിന്നെയും മോഹിക്കും. നിങ്ങൾക്ക് 2 പേർക്കും നല്ല ഗ്ലാമറുള്ള ആണുങ്ങളാണ്. ഞാൻ അവരെന്താ പറഞ്ഞെന്നറിയാതെ ഇങ്ങനെ കണ്ണു മിഴിച്ചിരുന്നു. നിന്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ആശങ്കയുണ്ട്. എന്താമേ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ അനിയത്തിയില്ലേ, നിങ്ങൾ ഇളയമ്മാന്ന് വിളിക്കുന്നവൾ, അവള് ഈ പറഞ്ഞ കഥയൊക്കെ സത്യമാണ്. പക്ഷേ എന്ന് വെച്ച് അവൾ അങ്ങ് പാവമാണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. വില്ലത്തിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. കുട്ടികളൊന്നും ഉണ്ടാകില്ലെന്നുള്ളതും അവൾക്ക് ഇപ്പോൾ ഒരു പ്ലസ് പോയിൻ്റാണ്. സത്യം പറഞ്ഞാൽ നിന്നെയും അല്ലെങ്കിൽ നിൻ്റെ അനിയനെയും പോലെയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴേക്കും അവൾക്ക് അനാവശ്യ ഇളക്കമാണ്. 1, 2, 3 റിലേഷൻഷിപ്പുകളിൽ കൂടി അവൾ കടന്നു പോയതല്ല. അവൾക്ക് കയ്യിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ റിലേഷൻസ് ഇപ്പം തന്നെയുണ്ട്. പിന്നെ നിൻ്റെ അനിയനോട് അവളുടെ ചോദ്യവും പറച്ചിലും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനെ അവൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തിരി ഓവറല്ലേ 2 പേരുടെ സംഭാഷണം. പിന്നെ നിൻ്റെ അനിയൻ, അവനെ ഞാൻ കുറ്റം പറയില്ല. ഇത്രയും നല്ല ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ കൊഞ്ചി പറയുമ്പോഴേക്കും ആ പ്രായത്തിലുള്ള ഏത് പയ്യനും വീണു പോകും. പിന്നെ ഞാൻ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് മാത്രം അവൾ അധികമൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ നിൻ്റെ അനിയനെ കാണുമ്പോഴേക്കും അവൾ നന്നായി തുള്ളുന്നുണ്ട്. എനിക്ക് പേടിയാണ്. ചെക്കൻ പെട്ടെന്ന് തന്നെ അവളുടെ വലയിൽ കുരുങ്ങാൻ സാധ്യതയുണ്ട്. കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ മാത്രമേ ഉപേക്ഷിക്കുള്ളൂ. അവനെക്കൊണ്ട് ഒരു കല്യാണം പോലും കഴിപ്പിക്കാൻ അവൾ സമ്മതിക്കില്ല. അത്രയ്ക്കും അവൾ വരിഞ്ഞു മുറുക്കുന്ന ഒരു നീരാളിയാണ്. അവളുടെ മോഹവും ആവേശവും നീ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി മുകളിലാണ്. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും തൃപ്തി വരാത്ത ഒരാളാണ് അവൾ. രാവെളുക്കോളം അനുസ്യൂതം പ്രവർത്തിക്കുന്ന ഒരാളാണ് അവൾ. അവളുടെ വലയിൽപ്പെടുന്ന ആണുങ്ങളുടെ കാര്യം ഗോവിന്ദ അങ്ങനെയാണ്. പിന്നെ ഇപ്പം അവളുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും അവളുടെ അതേ സ്വഭാവമാണ്. കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അവരും ഇങ്ങനൊരു ടൈപ്പാണ്. അന്തവും കുന്തവും ഇല്ലാത്ത ആൾക്കാരാണ്. വ്യക്തിബന്ധങ്ങളും ഫാമിലിയും ഒന്നുമില്ലാത്ത ആളുകളാണ്. അതേപോലെ ഈ ചെക്കനെ അവൾ മാറ്റിയെടുക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, നിൻ്റെ അനിയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നീ കുറയ്ക്കണം. അതായിരിക്കും നല്ലത്. അമ്മേ, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ കാലത്ത് മൊബൈലുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും എവിടെ വെച്ചെങ്കിലും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ലേ? അപ്പം അമ്മായിമ്മ പറഞ്ഞു, അതും ശരിയാണ്.
ശരിയാണ്, വിലക്കിട്ട് കാര്യമില്ലല്ലേ. ഇല്ലമ്മേ, ആ നിയന്ത്രണങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലോ എന്ന് പറഞ്ഞു. ആ ശരിയാണ്, പക്ഷേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ശ്രദ്ധിക്കാവുന്ന. ഞാൻ ഭാര്യയുമായിട്ട് സ്വകാര്യമായി ഇത് ചർച്ച ചെയ്തു. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അമ്മ എന്നോട് ഒത്തിരി വട്ടം വാൺ ചെയ്തിട്ടുണ്ട്, കാര്യം കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി കിടക്കരുതെന്നും. അതുകൊണ്ട് കുഞ്ഞമ്മയോട് ഒന്ന് കിടക്കും. എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ. കുഞ്ഞമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞമ്മ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം വീട്ടിൽ കിടക്കുന്നതെന്ന്. പിന്നെ ഇവിടെ നിൽക്കുന്ന മാമനും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പുള്ളിക്കാരൻ പിന്നെ ഗുണത്തിനും ദോഷത്തിനും പോകാത്ത ഒരാളായതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്തായാലും ചേട്ടാ, അനിയനെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അമ്മ ഇങ്ങനെ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം കാണും. കാരണം അമ്മയുടെ സഹോദരിയല്ലേ ഇളയമ്മ. എന്നാൽ ഈ കാര്യം അവനോട് നമുക്കൊന്ന് സൂചിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം, അമ്മയെ കൊണ്ട് തന്നെ അവനോട് പറയിപ്പിക്കുന്നതാണ് നല്ലത്. സ്വന്തം ചേച്ചി പറയുമ്പോഴേക്കും അവന് വിശ്വാസമാകുമല്ലോ. വെറുതെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മായിമ്മോട് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു ആ മോനെ ഞാൻ ചെറുതായിട്ട് പറയാം, പക്ഷേ കൊച്ചു പയ്യനല്ലേ എങ്ങനെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു അത്ര കൊച്ചു പയ്യനൊന്നുമല്ല, കൊച്ചു പയ്യന്മാർ കാണിക്കുന്ന കാര്യമാണ് അവൻ കാണിക്കുന്നത്. അപ്പോൾ അവനെല്ലാം അറിയാമേ, ഇത്തിരി വില്ലത്തരം അവൻ്റെ കയ്യിലുമുണ്ട്. അമ്മ എങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ദിവസം സ്വകാര്യമായിട്ട് അവനോട് പറഞ്ഞു. അപ്പം അവന് മനസ്സിലായെന്ന് തോന്നും. എന്തായാലും അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു. എടാ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. കാര്യം അവൻ എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താ അമ്മ പറഞ്ഞത്? അവൻ എന്നോട് പറയുകയാണ് ആ ഇളയമ്മയ്ക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇളയമ്മയ്ക്ക് കൊള്ളാം. എനിക്ക് ഇളയമ്മയെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇളയമ്മയേക്കാൾ സുന്ദരിയും പിന്നെ ഇങ്ങനെയൊക്കെ തോന്നാൻ പാകത്തിൽ നിൽക്കുന്നതും അമ്മയാണെന്ന് പറഞ്ഞടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അവൻ എന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? എന്താ അവൻ അങ്ങനെ പറഞ്ഞത്? ഷോ, എനിക്കത് കേട്ടപ്പോൾ തൊട്ട് വല്ലാത്തൊരു വെപ്രാളം. എൻ്റെ അടിവയറ്റിൽ ഒരു കൊച്ചു പയ്യൻ പറയുകയാണ് എൻ്റെ അനിയത്തെക്കാട്ടിൽ ഞാനാണ് സുന്ദരിയെന്നും എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും. ഷോ എടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കത് കേട്ട് ചിരി വന്നു. അമ്മേ, അവൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവന് ഇളയമോട് താല്പര്യമൊന്നുമില്ല. അതിനേക്കാൾ സുന്ദരി അമ്മയാണ്. അവൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ അമ്മയെ നോക്കുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അതൊരു കോംപ്ലിമെൻ്റ് അല്ലേ, അല്ലാതെ അവൻ തെറ്റുകളിലേക്കൊന്നും പോകുന്നല്ലോ പറഞ്ഞത്. എന്നാലും എടാ, അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ട് കഴിയുമ്പോഴില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത സംഭവമായി. യോ, എൻ്റെ അനിയത്തിപ്പോലല്ലോ ഞാൻ, നിനക്കറിയാമല്ലോ. എൻ്റെ ഹസ്ബൻഡ് പോയ പിന്നെ എനിക്ക് അങ്ങനെയുള്ള ഒന്നും മനസ്സിലില്ല. അതെന്താമ്മേ, ഹസ്ബൻഡ് പോയി കഴിയുമ്പോഴേക്കും എല്ലാം അങ്ങനെ അങ്ങ് കൊണ്ടുപോയോ? അമ്മയ്ക്കൊന്നും തോന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ്? കുറ്റപ്പെടുത്തുകയല്ല, ഞാനതിൻ്റെ യഥാർത്ഥ കാര്യം ചോദിച്ചതാണ്. ഹസ്ബൻഡ് പോയതോടുകൂടി അമ്മയ്ക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ലേ? അമ്മയ്ക്ക് ഇനിയാണെങ്കിൽ ഒരു കല്യാണം കഴിക്കാമല്ലോ. അമ്മ ചെറുപ്പക്കാരിയല്ലേ. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞതിനോട് എനിക്കും അനുകൂലമായ മറുപടിയാണുള്ളത്. എന്താ? അല്ല, ഇളയമേക്കാൾ എന്തുകൊണ്ടും അമ്മയ്ക്കാണ് ഒരു കല കൂടുതൽ. എന്ത് കല? രാജകല. അമ്മയ്ക്ക് ഇളയമേക്കാൾ എന്തൊക്കെയോ നല്ല സൗന്ദര്യവും പ്രത്യേകതകളും ഉണ്ട്. ഒന്ന് പോടാ, നീ കളയാക്കാതെ. അല്ലമ്മേ, കറക്റ്റാണ്. എൻ്റെ അനിയൻ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുഞ്ഞമ്മ ശരിയാണ്, ചെറുപ്പമാണ്, സുന്ദരിയാണ്, ആര് കണ്ടാലും നോക്കും. പക്ഷേ അമ്മയെ കണ്ടാലും നന്നായിട്ട് ആൾക്കാർ നോക്കും. ഒന്ന് പോടാ, ആരും നോക്കുന്നതായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ചിരിച്ചു. എന്താണ് നീ ചിരിക്കുന്നത്? അല്ല, ഇതിപ്പം ഇവിടെ ഇളയമ്മയാണോ കള്ളി അതോ അമ്മയാണോ കള്ളിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതുവരെയായിട്ടും അമ്മയെ ആരും നോക്കിയിട്ടില്ല, ആരും വന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല, അമ്മയ്ക്കൊന്നും അറിയത്തുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞാനെന്താ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ആളാണോ? എന്താടാ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുടുംബത്തിൽ പിറന്നായതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അമ്മയുടെ കുടുംബത്തിൽ തന്നെയല്ലേ ഇളയമ്മ പിറന്നത്? അവളുടെ പിറപ്പ് വേറെയാണ്. കോളേജിൽ പോയപ്പോൾ കുറ്റിക്കാട്ടി പോയവള് ഈ പ്രായത്തിൽ വേണമെങ്കിൽ ഘോരവനത്തിൽ പോകില്ലേടാ. അതുപോലെ അവിടെ സ്വഭാവം. ഞാൻ അങ്ങനെയാണോ? ഞാനാണെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. വീട് വിട്ടാൽ സ്കൂള്, സ്കൂൾ വിട്ടാൽ വീട്, അല്ലെങ്കിൽ കോളേജ് വിട്ടാൽ വീട്, അത്രയേ ഉള്ളൂ. ആഹാ, ഏതൊരു കോമഡി സിനിമയിലെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ അമ്മേ. എനിക്കറിയാം നീ എന്നെ കളിയാക്കുകയാണെന്ന്. ഞാൻ സത്യസന്ധമായ കാര്യം പറയുമ്പോഴേക്കും എന്നെ അനുകൂലിക്കാൻ ആരുമില്ലല്ലോ.
ശരി അമ്മേ, അമ്മ വളരെ സത്യവതിയും സുശീലയും സുന്ദരിയുമാണ്. ഓക്കെ, അമ്മ ആരും നോക്കിയിട്ടുമില്ല, അമ്മ ആരും നോക്കിയിട്ടില്ല, അമ്മയ്ക്ക് മോഹങ്ങളുമില്ല ദാഹങ്ങളുമില്ല. ഇതൊക്കെയുള്ള ഇളയമയുണ്ടല്ലോ, ആ അവരവിടെ തുള്ളിച്ചാടുന്നുണ്ടല്ലോ, അതെങ്കിലും നടക്കട്ടെ. ഇനിയിപ്പം എൻ്റെ അനിയനും അവരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അവരവിടെ പോയിട്ട് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും അമ്മ അവനെ ഉപദേശിച്ചല്ലോ, അവന് കാര്യം മനസ്സിലാകുകയും ചെയ്തു. അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ പറയാൻ പറ്റില്ല, അവൻ വെറുതെ പറഞ്ഞായിരിക്കും. കള്ളച്ചെക്കന് അവളോട് നല്ല താല്പര്യം കാണും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി അവൻ പറഞ്ഞത് ഒരു താല്പര്യമില്ല. പിന്നെ എന്നെ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒന്നും പറയില്ലല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സംശയം. അമ്മേ, എന്താണ് നിന്റെ സംശയം? അല്ല, ഇനി ചെക്കനെങ്ങാനും അമ്മയെ ടാർഗറ്റ് ചെയ്യുമോ? അമ്മയുടെ അടുത്തേക്ക് വരുമോ? ഒന്ന് പോടാ, അവൻ വന്നു കഴിഞ്ഞാൽ ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ എൻ്റെ കുഞ്ഞിനെ പോലെ അല്ലേ ഉള്ളൂ. അല്ല, പറയാൻ പറ്റില്ല. ചെക്കൻ നല്ല സുന്ദരനാണെന്നും ഏത് പെണ്ണുങ്ങൾക്ക് കണ്ടാലും ഇഷ്ടം തോന്നുമെന്നും ഒക്കെ പറഞ്ഞത് അമ്മ തന്നെയല്ലേ. പെട്ടെന്ന് എങ്ങനെയാണ് രണ്ട് വെള്ളത്തിലും മാറി മാറി കാല് ചവിട്ടുന്നത്? എടാ, ഞാൻ പറഞ്ഞത് നീ തെറ്റിദ്ധരിച്ചു. എങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനെന്തിനാണ് നിന്റെ അനിയനെ ടാർഗറ്റ് ചെയ്യുന്നത്? അനിയനേക്കാൾ കേമൻ നീയല്ലേ, നിന്നെ ടാർഗറ്റ് ചെയ്താൽ പോരെ? എനിക്ക് നിന്റെ അനിയനെ കാണുമ്പോഴല്ലേ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് തോന്നുന്നത്. എൻ്റെ അനിയത്തിൻ്റെ ഇളക്കമൊന്നും എനിക്കില്ല. ഞാൻ നോക്കുമ്പോഴേക്കും ഇവിടെ ഒത്ത ഒരു പുരുഷൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് കൊള്ളാം. അമ്മയപ്പം ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടു എന്നാണോ പറയുന്നത്? ഞാൻ ചക്കിനി വെക്കുന്നില്ല, കൊക്കിനി വെക്കുന്നില്ല. പിന്നെ നീ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഷോ, അമ്മയുടെ ഒരു തമാശ എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് ഒഴിവാക്കി വിട്ടു. എന്നാലും അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും അതിൽ ഒരു മുന കാണുമോയെന്ന്. എൻ്റെ അനിയനും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞപ്പോൾ എനിക്കും എന്തോ ഒരു ഫീലിംഗ് പോലെ. ഇതെല്ലാം വേറെ രീതിയിലാണ് വർക്കൗട്ടാകുന്നത്. മനുഷ്യർ തമ്മിലുള്ള സംഭാഷണങ്ങൾ മൂലം പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നീടൊരു ദിവസം ഞാനും അനിയനും കൂടെ കാറിൽ പോവുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ, അമ്മ വന്ന് നിന്നെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് അമ്മയ്ക്ക് നേരെ ടാർഗറ്റ് ചെയ്ത് ഓരോന്നൊക്കെ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? അല്ല, ഇളയമ്മേക്കാൾ സുന്ദരി അമ്മയാണെന്ന് നീ പറഞ്ഞില്ലേ? അത് പിന്നെ ശരിയല്ലേ, ചേട്ടൻ അമ്മായിയമ്മയല്ലേ നല്ല സുന്ദരി. ഇളയമ്മ കാണാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഇത്തിരി പ്രായം കൂടുതലാണെങ്കിലും അമ്മയ്ക്കല്ലേ നല്ലൊരു സൗന്ദര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഈ കളർ പടങ്ങളൊക്കെ വന്ന കാലത്തെ ഒരു സിനിമാ നടിയുടെ ലുക്കില്ലേ? എടാ, നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ടാർഗറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അത് ചേട്ടനും എന്തോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നീ അങ്ങനെ പറഞ്ഞ്? അല്ല, അമ്മായിമായിട്ട് കയറിയും കൊട്ടുകയാണല്ലോ. ഒന്ന് പോടാ, നിന്നെ പോലല്ല ഞാൻ. പിന്നെ ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആ വീട്ടിൽ ചേട്ടനും കൂടെ വന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇളയമ്മയാണ് എന്നോട് ഇങ്ങോട്ട് വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവരുടെ ജീവിതശൈലിയും വിവാഹത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവർ യഥാർത്ഥ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവർക്കിഷ്ടമാണ്, ആവേശമുണ്ട്, ആവശ്യങ്ങളുണ്ട്. അവരതിന് പലരെയും കണ്ടെത്തുന്നു. എനിക്കും താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. നിന്നോട് അവരെങ്ങനെ ചോദിച്ചോ? പിന്നെ എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു? ഞാനവരെ പിണക്കാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു, ഇളമേ, നമ്മൾ തമ്മിൽ നല്ലൊരു വൈബാകട്ടെ, ഇപ്പോഴേ ചാടിക്കേറി അതിലേക്ക് ഇറങ്ങണോ എന്ന് ചോദിച്ചു. പതുക്കെ മതിയടാ, ഇപ്പോൾ എനിക്കിഷ്ടം പോലെ കൂട്ടുകാരുണ്ടല്ലോ എന്നവർ പറയുകയും ചെയ്തു. അവർ തുറന്നു വെച്ചൊരു പുസ്തകമാണ്. പിന്നെ ഇളയമ്മ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അല്ല, നിന്റെ ചേട്ടൻ എങ്ങനെയാണ്? കല്യാണത്തിന് മുമ്പ് അടിച്ചുപൊളിയായിരുന്നോ? കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നോ? അവനെ വളച്ചാ വളയോടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വളയും നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞേക്കൊന്നും. നീ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അല്ല, അവർക്ക് വളയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വളയ്ക്കട്ടെ. ഇപ്പം ചേട്ടനാണെങ്കിൽ വിശ്വാമിത്രനല്ലേ, ആര് വളയ്ക്കാൻ വന്നാലും വളയത്തില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവർക്കിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരാരെയും ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് അവരുടെ സ്വഭാവം, മനസ്സിലായല്ലോ. എന്തായാലും ഞാൻ ആ പിടിയിൽ തൽക്കാലം വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറയുകയാണ്, ചേട്ടൻ്റെ അമ്മായിമ്മ ചിലപ്പോൾ അവരെന്നോട് അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ കൺട്രോൾ പോയെന്നിരിക്കും. പക്ഷേ ഈ ഒരു ഇളയമ്മയോട് എനിക്ക് അത്രയ്ക്ക് അങ്ങടെ ഇഷ്ടമില്ല. കാര്യം അവരുടെ ഹിസ്റ്ററി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സങ്ങ് മരവിച്ചു. നിന്റെ വെളുത്തരങ്ങളും കൊണ്ട് നീ അമ്മയുടെ അടുത്ത് ചെന്നേക്കരുതേ. അമ്മ പാവമാണ്. ഹസ്ബൻഡ് പോയ പിന്നെ അമ്മ ആരെയും നോക്കാതെ കഴിയുകയായിരുന്നു.
അതെനിക്കറിയില്ല. അത് അവർ പറഞ്ഞ കഥ. ആരെ നോക്കിയോ നോക്കില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ചേട്ടൻ്റെ ഇവിടുത്തെയുള്ള ഡ്രസ്സുകളൊക്കെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജോക്കിയൊക്കെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആവേശമാണ്. അവർ തലോടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പോടാ ചേട്ടൻ, ഒന്ന് ശ്രദ്ധിക്കേ. ഇവിടെ ഊരിടുന്ന ഒരു ഡ്രസ്സും ചേട്ടൻ്റെ ഭാര്യയല്ല കഴുകുന്നത്, അവരാണ്. അപ്പം തന്നെ ഊരിയിട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകും. അവർക്ക് എന്തോ ഒരു സ്പാർക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ പഴിയാക്കി എന്തൊക്കെയോ ആദ്യമേ പറഞ്ഞത്, ഇളമയും ചേർത്ത്. ഒന്ന് പോടാ, അമ്മയ്ക്ക് അങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. നോക്ക്, ശ്രദ്ധിക്കേ, ഈ ഡ്രസ്സിൻ്റെ കാര്യവും ഇത് തലോടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. അപ്പം ഒരു ഹിൻഡ് കിട്ടും. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ അല്ലേ നനയ്ക്കുന്നതെന്ന്. ഓ, നനയ്ക്കാൻ അമ്മ സമ്മതിക്കണ്ടേ, പെട്ടെന്ന് അമ്മ ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്. ഒരു ദിവസം അമ്മയുടെ തലോടൽ ഞാൻ കണ്ടുപിടിച്ചു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വിദഗ്ധമായിട്ട് മറയ്ക്കാൻ ശ്രമിച്ചു. എന്നോട് പറഞ്ഞു, ഓ, ഈ തുണിയിലൊക്കെ എന്തൊരു കറ പോലെയെന്ന്. ഞാൻ പറഞ്ഞു, തൽക്കാലം കറയൊന്നുമില്ല, അമ്മ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് പിടികിട്ടി. എൻ്റെ അനിയനെ കുറ്റം പറഞ്ഞിട്ട് അമ്മ കാണിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലിരിപ്പ് നിനക്ക് മനസ്സിലായല്ലോ. ഏകദേശം നിന്നോട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ബോള് നിൻ്റെ കോർട്ടിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്നങ്ങ് പോയി. ഞാനതിന് മറുപടി പറയാത്തതുകൊണ്ടായിരിക്കാം പിന്നീട് ആരുമില്ലാത്ത തക്കത്തിന് നോക്കി ഇങ്ങോട്ട് വരികയും പല രീതിയിലുള്ള അടുപ്പം കാണിക്കുകയും ചെയ്തു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വേണമെന്ന് പുള്ളിക്കാരി എന്നോട് കണ്ടുകൊണ്ട് പലവട്ടം ആവശ്യപ്പെട്ടു. അവസാനം എന്നെ ആരാധിക്കുന്ന, അങ്ങനെ പല കാര്യങ്ങളിൽ കൂടിയും എന്നെ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാനും ആഗ്രഹിക്കാൻ തുടങ്ങി. ഒരു ദുർബല നിമിഷത്തിൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്കൊരവസരം കിട്ടി. എനിക്കൊന്നും പറയാൻ അമ്മ അവസരം തന്നില്ല. എന്നോട് പറഞ്ഞത് ഇത്രമാത്രം, വർഷങ്ങളായി ഞാൻ ഒഴുകാതെ കിടക്കുന്ന ഒരു തടാകമാണ്. നീ ഇന്ന് കല്ലിട്ട് കലക്കണം, തടാകം നിറഞ്ഞൊഴുകണം. എനിക്ക് പറയാനുള്ള അവസരമുണ്ടായില്ല, പ്രവർത്തിക്കാനുള്ള അവസരം മാത്രമേ ഉണ്ടായുള്ളൂ. പ്രവർത്തന മേഖല വിശാലമാണെന്ന് കാണുമ്പോൾ ആരും ഓവർ ടൈം ചെയ്തു പോകും. എന്തായാലും ആ ബന്ധം അങ്ങനെ വളരുകയായിരുന്നു. പക്ഷേ അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്കൊരവസരം കിട്ടുകയുള്ളൂ. അതല്ലാതെ ഫോൺ വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ ഒന്നും പറ്റുകയുമില്ല. അതൊക്കെ ഡേഞ്ചറസ് ആണ്. ഒരു ദിവസം അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് ജസ്റ്റ് റിങ് ചെയ്തു 3-4 വട്ടം. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയിൽ കടൽ ഇളകി മറിഞ്ഞു. മഴ തോരും വരെ കടലിന് നല്ല ഇളക്കമായിരുന്നു. എന്തായാലും അന്നത്തേതും ശുഭപര്യവസായ ഒന്നായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നക്ഷത്രം പോലെ ഇളയമ്മ വാതിൽ മുന്നിലുണ്ട്. ഞാനും അമ്മയും ഞെട്ടിപ്പോയി. അവർ ശരിക്കും അന്ന് താണ്ഡവമാടി. ആഹാ, കൊള്ളാം. കണ്ണടച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ പൂച്ച വിചാരിക്കും ആരും കാണുന്നില്ലെന്ന്. ഇത് ഇവിടെ നടക്കില്ല. ഞാൻ മോളോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, എടി നീ പറയരുത്, അവളുടെ ജീവിതം നീ നശിപ്പിക്കില്ലെന്ന്. അപ്പോൾ ഇളയമ്മ പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനിയനും ചേട്ടനും കൂടി എൻ്റെ കളത്തിലേക്ക് ഇറങ്ങി നിൽക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മോളോട് പറയും. അവളാണെങ്കിൽ ഇവനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാണിംഗ് തരികയാണ്. ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ 2 പേരും ഞാൻ വരച്ച കളത്തിൽ വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സ്വയം തയ്യാറായി ചെല്ലണമെന്നും പിന്നെ അനിയനെ ഈ കഥകളൊന്നും പറയാതെ ഞാൻ തന്നെ നിർബന്ധിച്ച് അവരുടെ അടുത്തേക്ക് അയക്കണമെന്നുമാണ് അവർ പറയുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടും അനിയനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മായിമ്മ എന്നോട് പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പം മൂക്കോളം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇതൊക്കെ നമുക്ക് മാനം ചെയ്തു പോകാമെന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ ഇതൊക്കെ കുളമാകാനുള്ള ചാൻസ് അല്ലേ മാഡം കൂടുതലുള്ളത്? ഇത് ഭയങ്കര റിസ്ക് അല്ലേ? തീർച്ചയായും ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നല്ല സ്നേഹത്തിലാണ്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്കിലും എക്സ്ക്യൂസ് ആണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ അവസാനം വരെ നിങ്ങൾ നല്ലവനായി നിന്നിട്ട് അവസാനം കുടമുടച്ചു. അത് കണ്ടപ്പോഴേക്കും കലമുടയ്ക്കാൻ വേണ്ടി കള്ളപ്പൂച്ചയായി ഇളയമ്മയും വന്നു. അപ്പോൾ ആ അഗാധ ഗർത്തത്തിലേക്ക് എടുത്തു ചാടണമെന്ന് നിങ്ങളും ആലോചിക്കുക. അതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇല്ലയെന്ന് സ്ഥാപിക്കുക. തെളിവൊന്നുമില്ലല്ലോ. ഇളയമ്മ പറയുകയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇളയമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഈ ബന്ധങ്ങൾ എല്ലാം അവസാനിപ്പിക്കണം. ഈ ബന്ധങ്ങളിലേക്ക് ഒന്നും പോകാൻ താല്പര്യമില്ലാതെ
ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേ കലാശിക്കൂ.